ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ അടുത്ത വീഡിയോ ആണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്നലത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആട്ടോ. നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ ക്ലിയർ ഗ്ലോയിങ് സ്കിൻ കെയർ ചലഞ്ചിലത്തെ നമ്മൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ നമ്മളിന്ന് കാണിക്കുന്നത്. നമ്മൾ മിഞ്ഞാന്നൊരു ഫേസ് വാഷ് മാതിരി നമ്മളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് 1 വീക്ക് 7 ഡേയ്സ് നിങ്ങൾ എന്തായാലും ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോണത് ആയുർവേദത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ക്രബ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാൻ പോണത്. എന്താന്ന് വെച്ചാല് നമ്മൾ വീക്കിലി വൺസ്, അതായത് പിമ്പിൾസ് ഉള്ളവര് പിമ്പിൾസും സ്ക്രബ് ചെയ്യരുത്, ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ചെയ്യാം. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അങ്ങനെയുള്ള, പിന്നെ ടാൻ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആവണമെങ്കിൽ, നന്നായിട്ട് വെയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യാം. എസ്പെഷ്യലി നമ്മൾ ആ ഒരു വെയിൽ കൊള്ളുന്ന ഭാഗങ്ങൾ, ചിലരുടെ ഈ ഒരു ഫോർഹെഡ് മാത്രമൊക്കെ ആയിട്ട് ഭയങ്കര, അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇപ്പൊ പിമ്പിൾ ഫേസ് കംപ്ലീറ്റ് പിമ്പിൾ ആണെങ്കിൽ നിങ്ങൾ സ്ക്രബ് ഒഴിവാക്കാം. കാരണം ഈ ഒഴിവാക്കാൻ പറയുന്നതിന്റെ കാരണം പിമ്പിൾസ് നമ്മൾ എത്ര മൈൽഡ് ആണെങ്കിലും സ്ക്രബിങ് വരുമ്പോൾ ആ പിമ്പിൾസ് പൊട്ടിയിട്ട് നമുക്ക് ആ പാടുകൾ അവിടെ പെർമനന്റ് ആയിട്ട് വരും. പിന്നെ നമ്മളത് മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ള ഭാഗങ്ങളിൽ ചിലർക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആവും മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ ഭാഗങ്ങളിലും മൂക്കിന്റെ സൈഡിലൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളൊരു ബെസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ളതും നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ്ങിന്, അതേപോലെ നമ്മുടെ പാടുകൾ മാറ്റാൻ, അതേപോലെ സ്കിൻ നാച്ചുറൽ ആയിട്ട് സ്മൂത്തനിങ്, അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയിങ് കിട്ടാനുള്ള ഒരു സ്ക്രബാണ്, ഒരു ആയുർവേദ സ്ക്രബാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന് മുന്നേ ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻഡിട്ടോടെ ഞാൻ അതാണ് ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇരിക്കാന്ന് വിചാരിച്ചത്. പിന്നെ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ വീടിന്റെ ഹോളിലിരിക്കുന്നത്, ജസ്റ്റ് ഒരു ചേഞ്ച് ആവാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ കുറച്ച് സ്ക്രബുകള് അപ്പൊ നമ്മൾ കുറച്ച് പ്രോഡക്ട്സ് മേടിച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. സ്കിൻ കെയർ, കൂടുതൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ കുറച്ച് ആളായില്ല അങ്ങനത്തെ പ്രോഡക്റ്റ് കാണിച്ചിട്ട്, നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പൊ കുറച്ച് പ്രോഡക്ട്സ് നമുക്ക് എന്തായാലും കാണാം. അതിനുശേഷം നമ്മുടെ വീഡിയോന്റെ ആ ഒരു മെയിൻ പാർട്ടിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വേറൊന്നല്ല, ഇത് വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ആര്യവേപ്പിലാണ്, ഉണങ്ങിയ ആര്യവേപ്പില. അപ്പോൾ കുറെ പേർക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ഓരോ വീടുകളിൽ കയറിയിട്ട് പോയി വാങ്ങാനോ പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു മഴക്കാല സമയത്ത് ഉണക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഇതാ ഇതുമാതിരി നമുക്ക് ആര്യവേപ്പില് നമുക്ക് കിട്ടും ഓൺലൈൻ വഴി. അപ്പൊ ലിങ്കൊക്കെ താഴെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് എന്തിനാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തത് വന്നിട്ട് ഇതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങൾ തന്നെയാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇതും ഇതുപോലെ തന്നെ ഉണങ്ങിയിട്ടുള്ള ഒരു എന്താ പറയാ ചെടിയുടെ ഇലയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ മല്ലി ഇലയാണ് കേട്ടോ. അതായത് നമ്മുടെ പച്ചമല്ലി നമ്മൾ കറിക്കൊക്കെ ഇടുന്നില്ലേ, അതുപോലെ നമ്മുടെ ഉണക്കിയ നമ്മുടെ മല്ലിക്കാപ്പി നമ്മൾ ഉണ്ടാക്കിയില്ലേ, മല്ലി, മുഴമല്ലി, അപ്പൊ അതിന്റെ മല്ലി ഇലയാണ്. വളരെ ഇഫക്റ്റീവ് ആണ് നമ്മുടെ സ്കിൻ കെയറിൽ. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇത് മല്ലിയില ഉണക്കിയതാണ്. അപ്പൊ ഇത് വന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇത് പറ്റാത്തവർക്ക് കുറെ പേര് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ കാണിക്കുന്നത്. അടുത്തത് വന്നിട്ട് ഇതേപോലത്തെ സംഭവം തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ റോസ് പെറ്റൽസ് ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോ സെപ്പറേറ്റ്, ഇതൊരു ബെസ്റ്റ് റെമഡി ഒരെണ്ണുണ്ട്, അതെന്തായാലും ഞാൻ ഷെയർ ചെയ്യും. അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു 7 ഡേയ്സിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു, പ്രത്യേകിച്ച് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റെമഡിയാണ് കേട്ടോ. നമുക്കപ്പോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മേടിച്ച് ഉപയോഗിക്കാം. അപ്പൊ എന്തായാലും വീഡിയോ വരുന്നുണ്ട്. റോസ് പെറ്റൽസ് ആണ്. നമുക്ക് ടീ, അതായത് നമുക്ക് റോസ് പെറ്റൽസ് വെച്ചിട്ട് നമുക്ക് കോഫി അല്ലെങ്കിൽ ടീ ഉണ്ടാക്കാം. റോസ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ്. നമുക്ക് റോസ് വാട്ടർ ഉണ്ടാക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ലീഫ് കിട്ടിയില്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മടുപ്പ് തോന്നണ്ടാന്ന് വെച്ചിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്. ഇത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല അതിങ്ങനെ ഒരു സംഭവമാണ്. ഇത് എന്താന്ന് വെച്ചാല് നമ്മുടെ ആര്യവേപ്പിന്റെ ആ ഒരു എന്താ പറയാ, അതിന്റെ തൊലി ഉണ്ടല്ലോ, ആര്യവേപ്പിന്റെ തൊലി, അതാണ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് ഞാനിത് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്കവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഇത് ഉണങ്ങിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ്. കുറെ പേർക്കൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വാങ്ങി ഉപയോഗിക്കാം. അപ്പൊ നമുക്കിത് പൊടിയായിട്ടൊക്കെ കിട്ടും. പക്ഷെ നമുക്കിത് കാണുമ്പോൾ എനിക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളോട് ക്രൈസ് കൂടുതലുള്ളതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിയായിട്ട് ഒന്നും മേടിച്ചിട്ടില്ല. ഒക്കെ നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പൗഡർ മേടിക്കാൻ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ താല്പര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ മേടിച്ചിട്ടുള്ളത്. ഉണങ്ങിയിട്ട് ആ ഒരു അതിന്റെ ലീഫ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു
റോ മെറ്റീരിയൽ. അപ്പൊ ഇതെങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇതും ഒരേ കാര്യം തന്നെയാണ്, നമ്മുടെ അരിവേപ്പിന്റെ തൊലി. ഓക്കെ, അടുത്തത് വന്നിട്ട് നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ കവർ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ, സംഭവം തന്നെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അടുത്തത് സെയിം ഇത് തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ വേറെ ഒന്നുമല്ല, മുരിങ്ങല ഉണക്കിയതാണ്. ഇതാ ഇങ്ങനെ 2 പാക്കറ്റായിട്ട് വന്നിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു കോംബോ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ഒരു ഹോം റെമഡിക്ക് വേണ്ടിയിട്ടാണ്. മുരിങ്ങയില ഉണക്കിയത് പ്രത്യേകിച്ച് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, മിക്കയുടെ വീട്ടിലുണ്ടാവും, എങ്കിലും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അടുത്തത് വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മുടെ കൃഷ്ണ തുളസി ഇല ഉണ്ടല്ലോ, അതിന്റെ ഇതാണ്, എന്താ ഉണങ്ങിയതാണ് കേട്ടോ കൃഷ്ണ തുളസി ഇല. ഇത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിൻ കെയറിന്, ഹെയർ കെയറിന്, അതുപോലെ തന്നെ നമുക്ക് ടീ ഉണ്ടാക്കാനൊക്കെ വളരെ നല്ലതാട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ. ഇത് അങ്ങനെയുള്ളതാണ്, നമ്മുടെ എന്താ പറയാ, നമുക്ക് ഇൻടേക്ക് കൂടി എടുക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് ഞാൻ എല്ലാതും മേടിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ അവര്, സ്കിൻ കെയർ, അതുപോലെ തന്നെ ഹെയർ കെയർ, പ്രിവെന്റ് ഹെയർ ലോസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്ട്രെസ്, റെഡ്യൂസ് സ്ട്രെസ്, അങ്ങനെ നമുക്കിത് എന്താ പറയുക, കോഫി ടീ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്കിത് ഹെയറിനും സ്കിന്നിനും ഒരേപോലെ ഉപയോഗിക്കാം, എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ DIYസിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത്. അടുത്തത് വന്നിട്ട് മെയിൻ ആയിട്ടുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേട്ടന് മേടിച്ചിട്ടുണ്ടായിരുന്നു ജെൻസിന്റെ നമ്മുടെ പിമ്പിൾ പാച്ച്. എനിക്ക് നന്നായി ഇഷ്ടമായിട്ടോ, നന്നായിട്ട് എന്താ പറയാ, ആ ഒരു നമ്മുടെ ഈ പിമ്പിൾസിലൊരു വെള്ള കളറിൽ നിൽക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ തന്നെ പൊട്ടും, അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കാൻ പാടില്ല. പക്ഷെ ഈ ഒരു പിമ്പിൾ പാച്ചിന്റെ പ്രത്യേകത, ഞാൻ ഒരെണ്ണത്തുമ്പോൾ വെച്ച് നോക്കിയപ്പോൾ 6 hours വെക്കണം ഈ ഒരു പിമ്പിൾ പാച്ച്. അപ്പൊ ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെയാണ് കേട്ടോ. ഇത് വന്നിട്ട് പിമ്പിൾ പാച്ച്, ഇതില് 57 പാച്ചസ് ഉണ്ട്. 8 mm, 10 mm, 12 mm എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സൈസില് ഇവിടെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്, ഇത്ര അളവുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ആ പിമ്പിൾസിന്റെ വലിപ്പത്തിനനുസരിച്ച് സ്പോട്ട് ക്ലിയറിംഗ് ആക്നെ പിമ്പിൾ പാച്ച് ആണ്. ഡോണ്ട് സ്ക്യൂസ്, ജസ്റ്റ് സ്റ്റിക്ക് ഇറ്റ്. അതായത് നമ്മൾ ഈ ഒരു വെള്ള കളറിലൊരു സംഭവം വന്നിക്കില്ല, ഇങ്ങനെ നമുക്കിങ്ങനെ ആ ഒരു പൊട്ടി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ വരാറായപ്പോൾ നമ്മൾ 6 hours അതുമ്മ വെച്ചിട്ട് അത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്, നമുക്ക് അധികം പാടൊന്നും ആവില്ല. അപ്പൊ അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻവിസിബിളി തിൻ, ഗ്രേറ്റ് ഫോർ ഡേ ടൈം യൂസ്, പ്രൊട്ടക്ട്സ് ഫോർ ഫാസ്റ്റ് ഹീലിംഗ്, ഡ്രഗ് ഫ്രീ ആൻഡ് നോൺ ഡ്രൈയിങ്. അപ്പോൾ ഈ പാക്ക് അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രൈ ചെയ്യാൻ പറ്റാത്തവർക്ക്, ക്രീം അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് നമ്മുടെ പിമ്പിൾസ് ഇങ്ങനെ ഇങ്ങനെ ചാടി നിൽക്കുന്നത് ഒന്ന് ഒതുങ്ങി പെട്ടെന്ന് നമുക്ക് ആ ഒരു റിലീഫ് കിട്ടണമെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് തലേദിവസം 6 hours വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പിറ്റേന്നൊക്കെ നമ്മളതൊന്ന് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചുരുങ്ങി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. ജസ്റ്റ് നമുക്കൊരു പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം മേടിച്ച് കയ്യിൽ വെക്കാം, എന്തെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ കറക്റ്റ് ആയിട്ട് ഇതിന്റെ യൂസേജ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ കാണിച്ചിട്ടില്ലല്ലോ അല്ലെ. ഉള്ളിൽ വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരിക. ഇതിൽ ഞാനിപ്പോ അത്യാവശ്യം ഇവിടെ നിന്ന് 3 എണ്ണം ഞാൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതേ കണ്ടത്, ഈ ഒരു ഭാഗത്തുനിന്ന് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇവിടെ കുറവുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പൊ ഇതുപോലെയാണ് വരിക. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിൽ എന്നിട്ട് നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാം, ആവശ്യത്തിന് എടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഹോം റെമഡീസ് നമുക്ക് എഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അത് തന്നെ ട്രൈ ചെയ്യാം. പെട്ടെന്ന് ഒരു ദിവസം എങ്ങനെയും പോകണം, അല്ലെങ്കിൽ ഫംഗ്ഷൻസ് വന്നു തലേദിവസം എടുത്ത് വെച്ചാൽ നമുക്ക് നല്ലതല്ല, പിമ്പിൾസ് ഒക്കെ ഒന്ന് ചുഞ്ഞ് സെറ്റായി നിൽക്കും. ഓക്കെ, അടുത്തത് വന്നിട്ട് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നിട്ടാന്ന് വെച്ചാല് കൺസീലർ ആണ്. ഞാൻ എപ്പോഴും കൺസീലർ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ട് എന്റെ സ്കിൻ ടോൺ അനുസരിച്ച് ഞാൻ മേടിക്കാറ്. പക്ഷെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാറുണ്ട്. അപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കൺസീലറിന്റെ ഒരു പെല്ലറ്റ് ആണ്, അതായത് നമ്മൾ ഈ ഒരു ഐഷാഡോ പെല്ലറ്റ് മാതിരി. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള അൾട്രാ ബേസ് കൺസീലർ പെല്ലറ്റ് ആണ്. അപ്പോൾ ഇത് എൻ്റെ ഇതുവരെ അങ്ങനത്തെ ഇല്ല കേട്ടോ. ഇതെന്ന് പറഞ്ഞാല് നമ്മുടെ ഷെയ്ഡ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ സെലക്ട്, ഇത് എല്ലാ ഷെയ്ഡിനും ഉണ്ട്. അതായത് നമുക്കൊരു ഭയങ്കര ഫെയർ സ്കിൻ തുടങ്ങിയിട്ട് നമുക്കൊരു ഡസ്കി സ്കിൻ വരെ ഉള്ളവർക്ക് ഇതിലുണ്ട്. കണ്ടില്ലേ, ഇത്രയും ഉണ്ട്. അപ്പൊ നമുക്ക് പലർക്കും ഡൗട്ടാണ് ഞാനിപ്പോ ഏതാ ഉപയോഗിക്കേണ്ടത്, ഏതാ ഞാൻ മേടിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം മേടിക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ
നമ്മുടെ ഫേസ് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് കറക്റ്റ് ഓരോ കളർ എടുത്ത് നോക്കിയാൽ നമുക്ക് ഏതാണ് ചേരുന്ന് നോക്കിയിട്ട് നമുക്ക് തന്നെ ഇത് ട്രൈ ചെയ്യാം. കാരണം നമുക്കിപ്പോൾ ഡെയിലി ബേസിസിലൊക്കെ നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് നല്ലതായിരിക്കും. ഈ ഫൗണ്ടേഷനൊക്കെ നല്ലത് കൺസീലറാണ്. കാരണം നമ്മുടെ കണ്ണിനിടയിൽ എന്തെങ്കിലും ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പാട് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് നമുക്ക് ആ ഒരു സെറ്റപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരെണ്ണം മേടിച്ചിട്ട് എനിക്ക് 2-3 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. കറക്റ്റായിട്ട് കളർ ഇട്ടാണ്ട് പിന്നെ അത് റിട്ടേൺ ചെയ്ത് വീണ്ടും വന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കണ്ടുപിടിക്കാൻ അറിയുന്നവർക്ക് ഈസി ആട്ടോ. ഓക്കെ, ഇപ്പൊ കുറച്ച് എനിക്ക് അറിഞ്ഞു തുടങ്ങി. കാരണം എന്താ വെച്ചാൽ കുറച്ച് മേടിച്ചൊക്കെ പരിചയമായി. ഇപ്പൊ നമ്മുടെ ആ ഒരു ഷെയ്ഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാനൊക്കെ അറിയാത്തവർക്ക് ഇതാ ഇങ്ങനെ ഒരെണ്ണം മേടിച്ചാൽ മതി. ഈ ഒരു സെറ്റപ്പ് ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ. അപ്പൊ അത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ പറ്റാണെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ റേറ്റ്. ഇതുമ്മ കൊടുത്തിട്ടുള്ളത് 449 ആണ്, 449 രൂപ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് വെർത്താണ്, നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ ഇതില് ക്വാളിറ്റി ഫ്രീ അതുപോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. നോ ഓയിൽസ്, നോ വാക്സ്, അതുപോലെ തന്നെ ഫുൾ കവറേജ് കിട്ടുന്നു. ഞാൻ ട്രൈ ചെയ്തു കേട്ടോ, നന്നായിട്ടുണ്ട്. എനിക്ക് എന്റെ ഷെയ്ഡ് ഏതാന്ന് വെച്ചാല് ഇതിൽ വന്നിട്ട് ഏതായിരുന്നു, ഞാൻ എല്ലാത്തിന്നും ഇതിൽ ഇങ്ങനെ മാന്തി നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഇതിൽ ഏതാന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇത് ഈ കളറാണ് എന്റെ ഷെയ്ഡ്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതാട്ടോ ഈ ഒരു ഷെയ്ഡ്. ഇതിന്നൊക്കെ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇതാണ് തോന്നിയത്. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും കോണ്ടോറോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇതുകൊണ്ട് ചെയ്യാം. ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ മാതിരി നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വന്നിട്ട് ഒരു കാജലാണ്. ഇത് ലാക്മിയുടെ 925 നാച്ചുറലെ എന്ന് പറഞ്ഞിട്ടൊരു കാജലാണ്. ജെൽ കാജലാട്ടോ, ഇൻഫ്യൂസ്ഡ് വിത്ത് അലോവേര ആൻഡ് കാൻഡുല ഓയിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിങ്ങനെയാണ് വരുന്നത്. ഒരു കാജലിന്റെ ഒരു കുട്ടി ബോക്സ്. അതിന്റെ കൂടെ നമുക്കൊരു ബ്രഷ് കൂടി വരുന്നുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടൊരു അപ്ലിക്കേറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളില് അങ്ങനെയാണ് വരിക. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം കൊള്ളാട്ടോ, വളരെ നല്ല കളറായിട്ടുണ്ട്. നല്ല ജെറ്റ് ബ്ലാക്ക് ആട്ടോ. അതെ, പറ്റില്ലേ, കാണില്ലേ? അതെ, ഓക്കെ, നല്ല കളറാട്ടോ. അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്, കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യമൊക്കെ നമുക്ക് പിന്നെ നല്ല രസമായിട്ടുണ്ട് ഇതിന്റെ ആ ഒരു അപ്ലിക്കേറ്റർ. നമുക്ക് കണ്ണൊക്കെ നല്ല അടിപൊളിയായിട്ട് വാലിട്ടൊക്കെ എഴുതാനോ അല്ലെങ്കിൽ വാല് വേണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈനിൽ ചെയ്യാനൊക്കെ ഇത് നന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഇതായത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിന്റെ ആ ഒരു സംഭവം. അപ്പൊ കാജലൊക്കെ നമുക്ക് ആവശ്യമില്ല ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ണെഴുതാനായിട്ട്. അടുത്തത് വന്നിട്ട് ഒരു സ്പെഷ്യലായിട്ട് കാര്യമാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ഇതും സ്വിസ് ബ്യൂട്ടിയുടെ 3 ബ്രോസ് പൗഡർ പ്ലസ് 1 വാക്സ് ക്രീം. ഇത് വന്നിട്ട് നമുക്ക് ഐബ്രോ ഒക്കെ നമ്മള് എന്താ പറയാ എഴുതില്ല, ഐബ്രോ നമുക്ക് പൗഡർ ഉപയോഗിച്ച് ഐബ്രോ എഴുതാനൊക്കെ ആയിട്ടുള്ളതാണ്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതില് ഒരു ബോക്സിൽ വാക്സ്, പിന്നെ നമുക്ക് ഡാർക്ക് ഷെയ്ഡ് ബ്രൗൺ, പിന്നെ ഒരു ലൈറ്റർ ഷെയ്ഡ്, പിന്നെ ഒരു കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് ബ്രൗൺ, അങ്ങനെയാണ് വരുന്നത്. ഒരു ബ്രഷ് കൂടി വരുന്നുണ്ട്. അപ്പൊ വാക്സ് നമ്മുടെ ഐബ്രോസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പൗഡറുകൾ നമുക്കിപ്പോ ഐബ്രോ ഫില്ല് ചെയ്യാനൊക്കെ ഈ പൗഡർ ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡാർക്ക് ഷെയ്ഡുകൾ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഫില്ല് ചെയ്യാനായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഈ ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ച് ചീവി കഴിഞ്ഞാല് സെറ്റായി. അപ്പൊ അതാണ് കേട്ടോ. അടുത്തത് വന്നിട്ട് ഒരു കുട്ടി കൺസീലർ പലറ്റ് ആണ്. അപ്പൊ എന്റെ കയ്യില് ഞാനിങ്ങനെ എന്താ പറയാ, എനിക്ക് ഇതുപോലെ അറിയാവുന്നവരോട് ചോദിച്ചപ്പോ എനിക്ക് ഈ ഐ ഷാഡോ ഇടുന്നതിനോട് കുറച്ച് ഒരു അറിവ് കുറവാണ്, തുറന്നു പറയാലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പൊ എന്റെ സ്കിന്നിന് ഏറ്റവും നന്നായിരിക്കും എപ്പോഴും ഉപയോഗിക്കാൻ എന്റെ ഒരു സ്കിൻ ടോണൊക്കെ നന്നായിട്ട് ചേരുക പീച്ച് കളറാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അറിയുന്നവരോട് ചോദിച്ചപ്പോഴേ ഇതുപോലെ ബ്യൂട്ടീഷ്യനും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ അങ്ങനെ പീച്ച് കളർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പോയിട്ട് അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് കുറച്ചധികം പീച്ച് ഇതില് ഈ കളറാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവം മേടിച്ചേട്ടാ. അപ്പൊ ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെയാണ് അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതില് എല്ലാ കളറും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ചെറിയൊരു ഗ്ലിറ്ററിങ്ങും ഉണ്ട്, ഗ്ലിറ്ററിങ് ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ എന്റെ പോലത്തെ ഒരു ഷെയ്ഡ് ഉള്ള സ്കിൻ ടോണുകൾക്കാണെങ്കിൽ പീച്ച് കളർ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ അറിവുള്ളവരുടെ അടുത്തുനിന്ന് അറിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. കണ്ട ഇതാന്ന് തോന്നുന്നു അല്ലേ പീച്ച്. ഞാൻ ഇതിനടുത്ത് ജസ്റ്റ് ഒന്ന് മാറി നോക്കി. ഓക്കെ, അപ്പൊ അടുത്തത് വന്നിട്ട് വീണ്ടും ഒരു കാജലാണ് കേട്ടോ. ഇതൊന്നും ഞാൻ മേടിക്കാൻ കാരണം ഇത് 36 hours നമുക്ക് നിൽക്കുന്നതാണ് പറയുന്നത്. ഇത് വന്നിട്ട് മെയ്ബിലിന്റെ ന്യൂ ലാസ്റ്റിക് ഡ്രാമ ജെൽ ലൈനർ ആണ്.
അപ് ടു 36 hour എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് മേടിച്ചത്. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇത്ര സമയം നിൽക്കുമോ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും പോവില്ല. കാരണം ഞാൻ ഇത് ജസ്റ്റ് കുടന്ന വശം ഒരു വാലിട്ട് നോക്കി, കയ്യുമ്മയാണ് വാലിട്ട് നോക്കിയത്. അപ്പൊ അങ്ങനെ പെട്ടെന്നൊന്നും അത് പോയിട്ടില്ല. പിന്നെ അത് എങ്ങനെയും പോയത്, ഞാനൊരു ഓയിൽ ഇട്ടിട്ടൊരു മസാജ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തായിരുന്നു. ആ സമയത്താണ് അത് പോയത്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ് ടു 36 hours ലാസ്റ്റിംഗ്, സ്മഡ്ജ് പ്രൂഫ് ആൻഡ് വാട്ടർ പ്രൂഫ് പ്രത്യേകിച്ച് ഒരിടത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഇതുപോലെയാണ് നമ്മുടെ ഐലൈനർ വരുന്നത്. അപ്പോൾ ഇതിൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒരു തോണ്ടിയുണ്ട്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതിന്റെ കൂടെ നമുക്കൊരു ബ്രഷ് കൂടി വരുന്നുണ്ട് കേട്ടോ, കുട്ടി ബ്രഷ്, മേബിലിന്റെ ആണത്. കണ്ടില്ല, ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിരിക്കും, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ലിങ്ക് ഒക്കെ താഴെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ അടുത്തത് നോക്കാം. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കട്ടെ, നമുക്ക് വീഡിയോ നമ്മുടെ അവിടെ എടുക്കല്ലേ. അടുത്തത് വന്നിട്ട് ഇത് ലയോൺ ബ്യൂട്ടി USA എന്ന് പറഞ്ഞിട്ട് കിസ് മാറ്റ് ലിപ് ലൈനർ ആണ്. എനിക്ക് ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ നന്നായിട്ട് തോന്നി, കുറെ നാളായിട്ട് അടുപ്പിച്ച്. അപ്പൊ എനിക്ക് തോന്നി കുറച്ച് നല്ലൊരു ലിപ് ലൈനറിന്റെ കളക്ഷൻ എടുക്കാന്നുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മറ്റേ എന്താ പറയാ, ഒരു പെട്ടി ഉണ്ടല്ലോ ഈ കുട്ടികളുടെ ഒക്കെ ബോക്സ് മാതിരി, അതാണ് കേട്ടോ. അങ്ങനെ ഒരു പെട്ടിയാണിത്, ഈ ഒരു മാതിരിയുള്ള പെട്ടി. അപ്പൊ അതിൽ വന്നിട്ടില്ല കേട്ടോ. എത്ര കളർ ഉണ്ട് നോക്കട്ടെ. ഇത് വന്നിട്ട് എത്ര കളറുണ്ട്? 12 കളറുണ്ട്. 1 ഗ്രാമിന്റെ 12 കളറുണ്ട് കേട്ടോ. അപ്പൊ ഇതില് എല്ലാ ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഡാർക്ക് ഷെയ്ഡ്, അതുപോലെ തന്നെ ന്യൂഡ് ഷെയ്ഡ്, അതുപോലെ തന്നെ എന്താ പറയാ നമുക്ക് കുറച്ച് ഡീപ്പസ്റ്റ് ഷെയ്ഡ്, അങ്ങനെ എല്ലാ കളറും ഉണ്ട് കേട്ടോ. കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരെണ്ണം എനിക്ക് താല്പര്യം ചെയ്ത് പറഞ്ഞാൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എടുത്തിട്ടൊന്ന് വരച്ചുതരാം കേട്ടോ. നോക്കട്ടെ. ഓക്കെ, ഇതാ. അപ്പൊ കുറച്ചൊന്നും ഞാൻ ഫസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരു ന്യൂഡ് കളർ മാതിരി തോന്നി. അപ്പൊ അതാണ് കേട്ടോ അത്. ഒന്ന് വരച്ച് നോക്കാം, കാണുന്നുണ്ടോന്ന് അറിയില്ല. അതെ, അത്യാവശ്യം കുറച്ച് ന്യൂഡാട്ടോ. ഇതിങ്ങനെയാണ് ഇതിന്റെ പെൻസിൽ വരുന്നത്. അപ്പൊ ഇത് നല്ലൊരു ക്രീമി ടെക്സ്ചർ ആട്ടോ. അതുപോലെ തന്നെ ഇങ്ങനെ നല്ലൊരു ഇങ്ങനെ ചില പെൻസിലുകൾ നമ്മളിങ്ങനെ എഴുതുമ്പോണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാവില്ലേ, ഭയങ്കര ഡ്രൈയിങ് ആവും. ഇതൊന്നൊരു ക്രീമി ടെക്സ്ചർ പോലെ ഇരിക്കണേ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് കേട്ടോ. അപ്പൊ അതായത് ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം, കഴിഞ്ഞ ഞാൻ ഇട്ട് വയ്ക്കണം കേട്ടോ. പെൻസിലൊക്കെ ഇട്ട് വയ്ക്കണ മാതിരി. അടുത്തത് വന്നിട്ട് പേളിന്റെ ഇല്യൂമിനേറ്റർ. ഒരു മിനിറ്റ്, സിക്സ് ബ്യൂട്ടിയുടെ തന്നെയാണ്. ഞാൻ കൂടുതൽ ആ പ്രോഡക്റ്റ് ആ ബ്രാൻഡിൽ നിന്ന് മേടിച്ചു തോന്നുന്നുണ്ടല്ലേ. അത് ഞാൻ നോക്കി മേടിച്ചൊന്നുമല്ല, എനിക്ക് താല്പര്യം ഇത് സെലക്ട് ചെയ്തപ്പോൾ അങ്ങനെയായി പോയി. ഓക്കെ, ഇത് വന്നിട്ട് സിക്സ് ബ്യൂട്ടിയുടെ പേൾ ഇല്യൂമിനേറ്റർ മേക്കപ്പ് ബേസ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് സാധാരണ നമുക്ക് അറിയാലോ, ഇല്യൂമിനേഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതാ ഇങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്ക് ഏതെങ്കിലും മേക്കപ്പിനൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ നോക്കിയിട്ടോ കൊടുന്നപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പ്രാവശ്യമൊക്കെ നോക്കിയിട്ടുണ്ട്. ഇതാ ഒരു ഗ്ലോയിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, സ്കിന്ന് ഗ്ലോ ആവാൻ. നമുക്ക് ഈ ഗ്ലോ, ചിലർക്ക് ഭയങ്കരമായിട്ട് ഗ്ലോ ഇഷ്ടാവും, എനിക്കും ഇഷ്ടമാണ് ഗ്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഇല്യൂമിനേഷൻ ഒരു നമുക്ക് സംഭവം നമുക്ക് ബേസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമിൽ മിക്സ് ചെയ്തിട്ട് വെറുതെ നമുക്ക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ആ ഗ്ലോ മാത്രം, ഫൗണ്ടേഷൻ ഉള്ള താല്പര്യം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീമിൽ മിക്സ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് ഇത് കുറച്ച് കൂടുതൽ എടുത്ത് മിക്സ് ചെയ്തിട്ടിടാം. അപ്പൊ നമുക്ക് നൈറ്റ് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഇതിടാം. അടുത്തത് വന്നിട്ട് ഒരു ഞാൻ വളരെ ഹൈപ്പായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഇതാ ഒരു ക്ലെൻസർ ബ്രഷ് അങ്ങനെയൊക്കെ പറയാം. നമുക്ക് എന്താ പറയാ, ഇതിന്റെ മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത് ഫേഷ്യൽ ക്ലെൻസിങ് ഡിവീസ്. ഓക്കെ, ഇത് നമുക്ക് എന്താ കണ്ടോ, ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ? ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് മാതിരി ഉണ്ട്. ഞെക്കിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വൈബ്രേറ്റ് ചെയ്യും ഇങ്ങനെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പൊ ഫേസ് വാഷ് പൗഡർ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കാം, വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്ക്രബിങ് കൂടുതൽ, സ്ക്രബ് മാതിരിയും ഇപ്പുറത്തെ സൈഡിൽ മൈൽഡായിട്ട് സാധാരണ നമ്മുടെ ഒരു കൈ ഇങ്ങനെ ബ്രന്നാവണ് കുറച്ച് ഒരു സോഫ്റ്റ് ആയ മാതിരിയാണ് കേട്ടോ. ഓക്കെ, ഇത് നമുക്കിങ്ങനെ അതിന്റെ വൈബ്രേഷൻ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് അപ്പുറം ഉണ്ട്. ഓക്കെ, നെഗറ്റീവ് പോസിറ്റീവ് അപ്പുറം ഉണ്ട് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ഇത് വന്നിട്ട് ലാക്മിയുടെ ഫേസ് ഷീർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കേട്ടോ. നമുക്ക് എന്താ പറയുക, ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ നമ്മുടെ ഈ ഒരു ഗ്ലോ ക്രീം. ഈ ക്രീമൊന്നും താല്പര്യം ഇല്ലെങ്കിൽ നമുക്കിപ്പോ ഒരു
ജസ്റ്റ് പൗഡർ ഇടാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്നാൽ ഒരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. എന്താന്ന് വെച്ചാല് ഇത് അങ്ങനെയുള്ളതാണ്. ഇത് വന്നിട്ട് ഒരു പൗഡർ പ്ലസ് നമുക്കൊരു ഈ ഗ്ലോയിങ് പൗഡർ ആണ് കേട്ടോ. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താല് പൗഡർ മാതിരി ആവുകയും ചെയ്യും. നമ്മുടെ സ്കിന്ന് അത്യാവശ്യം ഒരു ഗ്ലോ കൂടി വരും. കാണുന്നുണ്ടാവോ? ജസ്റ്റ് നമുക്കിങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഗ്ലോ വരും കേട്ടോ നമ്മുടെ ആ ഒരു സ്കിന്നിന്. നമ്മൾ വിചാരിക്കുന്നിടത്ത് ഇപ്പൊ നമുക്ക് ആ ഒരു ഐബ്രോന്റെ ഈ ഒരു ഭാഗത്ത്, നോസില്, അതുപോലെ ഈ ലിപ്സിന്റെ ഈ ഭാഗത്ത്, അങ്ങനെ നമ്മുടെ ഫോർഹെഡിൽ അവിടേക്കാണ് നമുക്കൊരു ഗ്ലോയിങ് വേണ്ടേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ഇട്ട്. ഇത് കാണുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ വേറെ ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ തിളക്കം മനസ്സിലാവുണ്ടാവില്ല. ഓക്കെ, ആ ഒരു ഗ്ലോയിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റുകൾ. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള നമ്മുടെ ഹോം റെമഡീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഒരു സെപ്പറേറ്റ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്തായാലും എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ഉപകാരമുള്ള കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ഉണ്ട്, അത് നമ്മൾ എന്തായാലും നാളത്തെ വീഡിയോയിൽ ചെയ്യാം. ഇനിയിപ്പോൾ കുറേ സമയമായില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മെയിൻ നമ്മുടെ ആ ഒരു ഹോം റെമഡീസിലേക്ക് അല്ലെങ്കിൽ DIYs നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ കാണാൻ പോണത് ഒരു അടിപൊളി സ്ക്രബാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്തായിട്ട് ഗ്ലോയിങ് ആയിട്ട് നമുക്ക് പാടുകൾ, പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുന്ന സ്ക്രബാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ആയുർവേദത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ക്രബാണെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. പഞ്ചസാര നല്ല നൈസായിട്ട് പൊടിക്കുക. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം, നമ്മുടെ ഫേസിലേക്ക് ആവശ്യത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് അലോവേരയാണ്. അലോവേര ജെല്ല് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നാച്ചുറൽ കറ്റാർവാഴ നമ്മുടെ ജെല്ല് എടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് വേണം, അത് ഞാൻ ഇട്ടിട്ടില്ല കാരണം എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല. കുങ്കുമപ്പൂവും അലോവേരയും ചെറുനാരങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര പൊടിയാണ് ബെസ്റ്റ് സ്ക്രബ്. ആയുർവേദത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഗ്ലോയിങ് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനുള്ള സ്ക്രബ്. അപ്പോൾ അത് കുങ്കുമപ്പൂവ് എല്ലാവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല. നമുക്ക് ഈ 3 മതി, അലോവേര അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര. അപ്പോൾ അധികം വെള്ളമാവാതെ നോക്കണം കേട്ടോ, കാരണം പെട്ടെന്ന് ലൂസായി പോവും, വെള്ളം മാതിരി ആവും. അപ്പോൾ ഞാൻ ഇത് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പോവുക. കാരണം കുറച്ചൊന്ന് അലോവേര ഒന്ന് മെൽട്ടാവും നമ്മൾ ഇടുമ്പോൾ. നമ്മുടെ നാരങ്ങ നമ്മൾ നീരൊഴിക്കുമ്പോൾ അലോവേര നന്നായിട്ട് വെള്ളം മാതിരി ആവും. അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുറച്ചൊന്ന് പഞ്ചസാര പൗഡർ ഇട്ടിട്ട് അതിനൊന്ന് കൺസിസ്റ്റൻസി സെറ്റാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫുൾ ബോഡിയിൽ ഇട്ട് കൊടുക്കാം, അതേമാതിരി നമ്മുടെ ഫേസിലും ഇടാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അത്രയും റിസൾട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇടുന്നതിന് പകരം കയ്യിലൂടെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആവും. നല്ല രീതിക്ക് നമ്മുടെ ആ ടാനൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കാം ഇത് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട്. ഇപ്പോൾ ഈ ഒരു കളറിലാണ് ഇരിക്കുന്നത്, കാരണം ഇതൊന്ന് ഒരു ഗ്ലോ മാതിരി ഇരിക്കും, കാരണം ഇതിൽ പഞ്ചസാര ഉള്ളത് കാരണം. നമ്മളിത് തുടച്ചെടുക്കുക അല്ലെങ്കിൽ കഴുകി കളയുക. അപ്പോൾ നല്ല സൂപ്പർ റിസൾട്ടായിരിക്കും. ആഴ്ചയിൽ ഒരു തവണയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഫുൾ ബോഡി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ഫേസിലും ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്ത് പതുക്കനെ മസാജ് ചെയ്യുക. പിന്നെ കുരുള്ളവർ, അതായത് പിമ്പിൾസ് ഉള്ളവർ പിമ്പിൾസ് ഇല്ലാത്ത ഭാഗങ്ങളിൽ മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. പാടുകളുള്ളവർക്ക് ചെയ്യാം കേട്ടോ, കാരണം പാടൊക്കെ നല്ല രീതിക്ക് ലൈറ്റൻ ആവും, പിഗ്മെൻറ്റേഷൻ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിത് എൻ്റെ ഫേസിൽ ഇപ്പോൾ പാടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ എഫക്റ്റീവ് ആവും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നല്ല ഗ്ലോ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസ്. അതുപോലെ നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും. അപ്ലൈ നന്നായിട്ട് ഫേസ് ആയി തന്നെ ക്ലീൻ ചെയ്യുക. നന്നായിട്ട് ഫേസ് വാഷ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ള ഫേസ് വാഷ് ഇട്ടിട്ട് ഒന്ന് ഫേസ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് തുടങ്ങി 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തു. പതുക്കനെ മസാജ് ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ നോസിൻ്റെ അവിടെയും അതുപോലെ നമുക്ക് എവിടെയാണ് ഡാർക്ക്നെസ്, അതായത് ടാനൊക്കെ ഉള്ള വെച്ചാൽ അവിടെ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. പിമ്പിൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക ആ ഭാഗങ്ങൾ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കളയാം. ഞാനിവിടെ തുടച്ചെടുക്കുന്നത് നല്ല രീതിക്ക് ബ്രൈറ്റ് ആവും, അതേപോലെ നല്ല രീതിക്ക് സോഫ്റ്റ് ആവും, നല്ല ഗ്ലോയി ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഫേസിലത്തെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയിട്ട് ഫേസ് നല്ല രീതിക്ക് തന്നെ ആ ഒരു ബ്രൈറ്റനിങ് കിട്ടും. അപ്പോൾ എൻ്റെ 2 ചീക്സ് ഇങ്ങനെ റെഡായിട്ടിരിക്കുന്നത് അവിടെ പിമ്പിൾ വന്നിട്ട് അവിടെ പാടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു കഴുകിയിട്ട് നമുക്കിതൊന്ന് കാണാം. ആ ഒരു ഗ്ലോയിങ്ങും അതൊക്കെ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു കഴുകി ഉണങ്ങിയിട്ടുള്ള ഫേസാണ് കേട്ടോ. ഗ്ലോ കണ്ടില്ലേ, നമ്മുടെ ഫേസ് നാച്ചുറൽ ഗ്ലോയാണ്. അതേമാതിരി നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ നന്നായിട്ട് സ്മൂത്തായിട്ട് നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണപ്പെടും. നമ്മുടെ ബോഡിയിൽ വരെ നമുക്ക് ഈ ഒരു തിളക്കം നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് സൂപ്പറായിട്ട് ഒരു കിടിലൻ വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.